പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഏറ്റവും ഉന്നതി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജീവിച്ച നമ്മുടെ പൂർവികരായ ആളുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ആശയവിനിമയങ്ങളുടെ അത്ഭുതങ്ങൾ ഇന്ന് നമ്മൾ ഓരോരുത്തരും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലങ്ങളിൽ വിവരങ്ങൾ കൈമാറുന്നതിന് വേണ്ടി മനുഷ്യന്മാരുടെ കയ്യിൽ വിവരങ്ങൾ കൊടുത്തയക്കുകയോ അവരെ പറഞ്ഞ് ഏൽപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു വിവരം മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി സ്വഹാബിമാരെ ഏൽപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു. അതിന് പേര് കേട്ട സഹാബിമാരും ഉണ്ടായിരുന്നു. സഫീനത്ത് എന്ന പേരുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സേവകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഈ സഫീനത്ത് എന്ന് പറയുന്ന സഹാബിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നബിതങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ മറ്റുള്ള ഇടങ്ങളിലും രാജാക്കന്മാരിലുമൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വിവരം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മനുഷ്യന്മാരെ ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടം ദീർഘമായി അങ്ങനെയാണ് കഴിഞ്ഞു പോന്നിട്ടുള്ളത്. പിന്നീട് മനുഷ്യന്മാർ എഴുതാനും വായിക്കാനുമൊക്കെ പഠിച്ചതിന് ശേഷം കത്തുകൾ കൊടുത്തയക്കാനും ആ കത്തുകൾ വഹിച്ചു കൊണ്ടുപോവാൻ വേണ്ടി പക്ഷികളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ചരിത്രവും കാലവും നമ്മളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം സൂറത്തുൻ നംലിൽ പഠിപ്പിക്കുന്നുണ്ട്. സുലൈമാൻ നബിക്ക് പക്ഷികളും ജിന്നുകളും പലതരം ജീവജാലങ്ങളും കീഴൊതുങ്ങി കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു മരക്കൊത്തിയായ പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷിയെ കാണാതെ ആയപ്പോ സുലൈമാൻ നബി അന്വേഷിച്ചു, ഹുദ്ഹുദിനെ കാണുന്നില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോ ഹുദ്ഹുദ് വന്നു. യമൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നും അവിടെ സബ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ടെന്നും അവിടെ ഒരു രാജ്ഞിയുണ്ടെന്നും അവർ ബിംബാരാധകരാണ് എന്നുമൊക്കെയുള്ള ധാരാളം വിവരങ്ങൾ ഹുദ്ഹുദ് വന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരു കത്തെഴുതി. ആ കത്ത് എങ്ങനെയാണ് കൊടുത്തയക്കുന്നത്? അത് ഖുർആൻ പറയുന്നുണ്ട്. ഇദ്ഹബ് ബി കിതാബി ഹാദാ, എന്റെ ഈ കത്ത് നീ കൊണ്ടുപോകണം. അഥവാ ആശയ സംവേദനത്തിന് ഉപയോഗപ്പെടുത്തുന്ന മാധ്യമങ്ങളുടെ ഓരോ കാലഘട്ടത്തിലെയും രൂപം ഞാൻ പറയാണ്. ഈ മരക്കൊത്തിയുടെ കയ്യിൽ ഒരു കത്ത് സുലൈമാൻ നബി കൊടുത്തയക്കുന്നു. ഇദ്ഹബ് ബി കിതാബി ഹാദാ ഫഅൽഖിഹ് ഇലൈഹിം, ഈ കത്ത് കൊണ്ടുപോയി ആ സബയിലെ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നീ കൊണ്ടുപോയി ഇടണം. സുമ്മ തവല്ല അൻഹും, പിന്നെ നീ മാറി നിന്നോ. ഫൻളുർ മാദാ യർജിഊൻ, അവരെന്താ ചെയ്യുന്നത് എന്ന് പിന്നീട് നീ നിരീക്ഷിച്ചോ. ഞാൻ പറയുന്നത് ആ കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പക്ഷിയെ ഉപയോഗിച്ച കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് മനുഷ്യന്മാർ വിമാനം കണ്ടുപിടിച്ചു, തീവണ്ടി കണ്ടുപിടിച്ചു, പല വിധത്തിലുള്ള യാത്രാ ഉപാധികൾ കണ്ടുപിടിച്ചപ്പോൾ ആ ഉപാധികളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആശയ കൈമാറ്റത്തിന്റെ സംവിധാനങ്ങളുണ്ടായി. പിന്നീട് ലാൻഡ് ലൈനുകളും അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെയുള്ള സംവിധാനങ്ങളും ഒക്കെയും ഉണ്ടായി. അവസാനം ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്മാർട്ട് ഫോണുകളും നമ്മൾ ഓരോരുത്തരുടെയും കൈകളിലെത്തി. പണ്ടത്തെ നമ്മളുടെ പൂർവികരായ ആളുകൾ ഒരു വിവരം മറ്റൊരിടത്ത് അറിയിക്കാൻ വേണ്ടി അനുഭവിച്ച എന്തെങ്കിലും സാഹസങ്ങൾ ഇന്ന് നമ്മൾക്കില്ല. ഇന്ന് കാനഡയിലോ മറ്റേതെങ്കിലും ഇടങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുന്ന, പഠനം നടത്തുന്ന നമ്മളുടെ മക്കളുമായിട്ട് നമ്മൾക്ക് സ്വന്തം വീട്ടിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് പോലെ വിഷ്വൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംവദിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആധുനികമായ സംവിധാനങ്ങൾ നമ്മൾക്ക് ഒരുക്കിത്തന്ന ഈ വിസ്മയങ്ങൾ, ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്.
അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ച നമ്മുടെ വല്യാപ്പമാര്, കാരണവന്മാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ആ സംവിധാനങ്ങൾക്ക് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ആ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുകയും ആ ഗുണങ്ങൾ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ ദുരന്തങ്ങൾ ധാരാളമാണ്. വേരുറക്കുന്നതിന് മുമ്പ് ദുരന്തങ്ങൾ ധാരാളം നാട്ടിൽ വിതച്ച ഒരു സംവിധാനമാണ് സോഷ്യൽ മീഡിയ. അതിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് ശരിക്കും നമ്മൾ ബോധമുള്ളവരാവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ തന്നെ തേടുകയും വേണം. പറഞ്ഞു വരുന്നത്, സൈബർ ലോകം എന്ന് പറയുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിലുണ്ട്. ഭൗതികമായി നമ്മൾ ജീവിക്കുന്ന ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ മുഴുവനും മറ്റൊരു പതിപ്പ് സൈബർ ലോകത്തും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ ഭരണം നടക്കുന്നുണ്ട്. ഈ ഭരണത്തിന് സമാന്തരമായ സംവിധാനങ്ങൾ ഈ ഗവേണിംഗ് എന്ന പേരിൽ സൈബർ ലോകത്ത് നടക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സ്കൂളുകളും മദ്രസകളും എല്ലാം ഉണ്ട്. ആ സ്കൂളുകളും മദ്രസകളും എല്ലാം ഭൗതികമായി ഓഫ്ലൈനായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഓൺലൈനായും കൊണ്ട് വിദ്യാഭ്യാസ മേഖലകൾക്കുള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭിക്കുന്നുണ്ട്. പുസ്തകങ്ങളുണ്ട്, ഈ ബുക്കുകൾ, ഈ ലൈബ്രറികളുണ്ട്, ഈ പേപ്പറുകളുണ്ട്. ഇലക്ട്രോണിക്കായി കൊണ്ടുള്ള സംവിധാനങ്ങളെ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ മേഖലയിലുണ്ട്. ചികിത്സകൾ പോലും ഓൺലൈനായി നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഭൗതിക ലോകത്ത് എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം ഒരു പതിപ്പ് സമാന്തരമായി സൈബർ ലോകത്ത്, ഡിജിറ്റൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ മീഡിയ. സൈബർ ലോകം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ എന്നല്ല, സൈബർ ലോകത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് സോഷ്യൽ മീഡിയ. ആ സോഷ്യൽ മീഡിയ നമ്മൾക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്, എന്നാൽ വലിയ ദുരന്തങ്ങളും അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. എന്തിനാണ് സോഷ്യൽ മീഡിയയുടെ ആവശ്യം? മനുഷ്യന്മാർ പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കാനാണ്. ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ ഇസ്ലാം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഒറ്റയ്ക്കൊരു മനുഷ്യൻ ഫർളായ നിസ്കാരം അവന്റെ വീട്ടിൽ വെച്ചോ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ നിസ്കരിക്കുന്നതിനേക്കാണ് കൂടുതൽ പ്രതിഫലം കിട്ടും ജമാഅത്തായി നിസ്കരിക്കാൻ. ജമാഅത്തായി നിസ്കരിച്ചാൽ കൂലി കൂടുതൽ കിട്ടൂലേ? എന്താ ജമാഅത്തായി നിസ്കരിക്കുമെന്ന് സംഭവിക്കുന്നത്? ഒറ്റക്കുള്ളതിൽ നിന്ന് മാറി സാമൂഹികമായ ബന്ധങ്ങൾ അവൻ ക്രിയേറ്റ് ചെയ്യും. അഥവാ ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഒരു സോഷ്യലായും കൊണ്ട് സാമൂഹികമായും കൊണ്ടുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കാൻ കൂടിയാണ് ജമാഅത്ത് നിസ്കാരം വിശുദ്ധമായ ഇസ്ലാം ഓരോ വക്ത് ഫർദ് നിസ്കാരങ്ങളിലും നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ വക്തുകൾക്കും എല്ലാവർക്കും വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു വട്ടം ജുമാ നിസ്കാരത്തിന് നിർബന്ധമായും ആ നാട്ടിലെ മനുഷ്യന്മാർ മുഴുവനും ബന്ധപ്പെട്ടു നിൽക്കണം. അപ്പൊ സോഷ്യൽ മീഡിയയുടെ ആവശ്യം ഇന്നത്തെ സംവിധാനങ്ങൾക്കും എത്രയോ മുമ്പ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പരിശുദ്ധമായ ഇസ്ലാം. ജുമായിലൂടെ, ജമാഅത്തിലൂടെ, പെരുന്നാൾ നിസ്കാരങ്ങളിലൂടെ, കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ പരസ്പരം കണക്റ്റഡായും കൊണ്ട് സഹവസിച്ചും കൊണ്ട് നിലനിൽക്കണമെന്ന് ലോകത്തിനോട് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഇസ്ലാം തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും വലിയ മാതൃക. സോഷ്യൽ മീഡിയയും അതേപോലെയുള്ള നവസാങ്കേതിക വിദ്യകളും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതിനെന്താ തകരാറ്? അത് ഉപയോഗിക്കാം. ഓരോ കാലഘട്ടത്തിലും വരുന്ന പുതിയ സംവിധാനങ്ങളെ സ്വീകരിക്കുന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അതിന് യാതൊരു തടസ്സവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ അറബി രാജാക്കന്മാർക്കും അനറബി രാജാക്കന്മാർക്കും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ റോമിന്റെ രാജാക്കന്മാർക്ക് റസൂലുള്ളാഹി തങ്ങൾ കത്തെഴുതി ആ കത്ത് ഒരു സഹാബിയുടെ കയ്യിൽ കൊടുത്തയക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികളിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നബിയെ, നമ്മുടെ കത്തുകൾക്ക് ഒരു ഔദ്യോഗികത വേണം, ഒരു ഒഫീഷ്യൽ സ്വഭാവം വേണം. അനറബികളായ രാജാക്കന്മാർക്ക് വലിയ രാജസന്നിധിയിലേക്ക് നമ്മൾ ഒരു കത്ത് കൊടുത്തയക്കുമ്പോൾ ഒരു കടലാസിൽ അങ്ങനെ എഴുതി വിട്ടാ പോരാ. ഈ കത്തുകൾക്ക് ഒരു ഒഫീഷ്യൽ സ്വഭാവം ഉണ്ടാവണമെങ്കിൽ ആ കത്തുകൾക്ക് സീൽ വെക്കണം.
അന്ന് വരെ റസൂലുള്ളാഹി തങ്ങൾക്ക് സീലുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സീലിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സഹാബികളിൽ നിന്ന് അതിന് കഴിവുള്ള ആളുകൾ അത് ഏൽപ്പിക്കുകയും എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഉല്ലേഖനമുള്ള ഒരു മോതിരം തയ്യാറാക്കി. നബി തങ്ങൾ എപ്പോഴും ധരിക്കുന്നതും ആ മോതിരമാണ്, കത്തുകൾക്ക് സീല് വെക്കുന്നതും ആ മോതിരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലെയും പുതിയ പുതിയ ആശയങ്ങളെ സമൂഹത്തിൽ നിന്ന് പെട്ടെന്ന് സ്വീകാര്യത ലഭിക്കുന്നതും ഗുണകരവുമായ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അത് പരിശുദ്ധമായ ഇസ്ലാം നമ്മളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം. അതിന്റെ ഗുണവശങ്ങൾ നമ്മൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ആശയവിനിമയത്തിന്, നമ്മളുടെ വിവരങ്ങൾ മറ്റുള്ള ഒരാളെ അറിയിക്കുന്നതിന്, അതിനൊക്കെയും ഏറ്റവും പ്രധാനമായും കൊണ്ട് സോഷ്യൽ മീഡിയ നമ്മൾക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. മതപരമായ നമ്മുടെ വിജ്ഞാനങ്ങൾ പ്രബോധനം ചെയ്യാൻ, നമ്മൾക്ക് പറയാനുള്ളത് ലോകത്തിനോട് വിളിച്ചു പറയാൻ, നിമിഷ നേരങ്ങളെ കൊണ്ട് വാർത്തകൾ ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ ഈ സാമൂഹിക മാധ്യമങ്ങൾ നമ്മൾക്ക് വലിയ ഗുണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വാർത്തകൾ ലോകത്തെത്തിക്കണമെങ്കിൽ വളരെയേറെ സാഹസം പിടിച്ച ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയിരുന്നു. നമ്മളുടെ പൂർവികരായ ആളുകളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് റമളാൻ നിലാവ് കണ്ടു എന്നുള്ള വിവരം കിട്ടിയാൽ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ആയിരിക്കും നിലാവ് കണ്ടിട്ടുണ്ടാവുക. ആ കണ്ട വിവരം എല്ലാ മനുഷ്യന്മാരെ അറിയിക്കണം. ഇന്നത്തെ പോലെ വാട്സപ്പ് നോക്കിയാൽ കിട്ടാൻ അന്ന് വാട്സപ്പില്ലല്ലോ. അതുകൊണ്ട് എന്താ ചെയ്യാം, ഈ ഖാദിമാരുടെ അരികിലേക്ക് നിലാവ് കണ്ട ആളുകൾ വളരെ ദൂരം താണ്ടിയിട്ട് വേണം എത്താൻ. ആ ഖാദിമാരുടെ അരികിൽ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ രാത്രി 10 12 മണി ആയിട്ടുണ്ടാകും. ഇനി ആ വിവരങ്ങൾ ഓരോ നാട്ടിലും എത്തണം. നാളെ മനുഷ്യന്മാരെ നോമ്പെടുക്കണം. ഇപ്പോൾ തന്നെ രാത്രി 12 മണിയായിട്ടുണ്ട്. ഖാദിമാർ ആ വിവരങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ചോദിച്ചു ഉറപ്പിച്ച് വിവരം ഉറപ്പിച്ചു നാളെ റമളാനാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടിയ വണ്ടിയിൽ മനുഷ്യന്മാർ നാടുകൾ മുഴുവനും ഓടി സഞ്ചരിക്കുകയാണ്. ഒരു നാട്ടിലും കൂടുതൽ നേരം നിന്ന് വിവരം പറയാനൊന്നുമില്ല. റമളാനായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത നാട്ടിലേക്ക്. കാരണം നാളെ റമളാനായ വിവരം ജനങ്ങളെ മുഴുവൻ അറിയിക്കണ്ടേ. ആശയവിനിമയത്തിന് മനുഷ്യന്മാർ മുഴുവനും അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് കാപ്പാട് നിലാവ് കണ്ടൂന്ന് വിവരം കിട്ടുമ്പോഴേക്കും നമ്മളുടെ മൊബൈലിൽ അതിന്റെ വിവരണങ്ങൾ എത്തുകയാണ്. അത്രമേൽ ആശയവിനിമയങ്ങൾ നമ്മൾക്ക് സൗകര്യമായിട്ടുണ്ട്. അത് വലിയൊരു ഗുണം തന്നെയാണ്. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തുമാത്രം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഈ സാമൂഹിക മാധ്യമങ്ങൾ നമ്മൾക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം, 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ആകമാനം വീടിന്റെ അകത്തളങ്ങളിൽ അടച്ചിട്ട ലോക്ക്ഡൌൺ കോവിഡിന്റെ ഭാഗമായി വന്നിരുന്നു. ആർക്കും പുറത്തിറങ്ങാൻ വയ്യ, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വയ്യ, മദ്രസകളിലേക്ക് പോകാൻ വയ്യ. എല്ലാവരും അവരവരുടെ വീടുകളിൽ തടച്ചിട്ട ആ സമയത്ത് കുട്ടികൾക്ക് പഠിക്കേണ്ടേ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ അന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തി. വിദ്യാഭ്യാസം നേടാനുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഇന്ന് നമ്മൾക്കിടയിലുണ്ട്. നമ്മൾ അതിന്റെ ഗുണവശങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് പ്രായത്തിന്റെ തടസ്സങ്ങളില്ലാതെ, സമയത്തിന്റെ യാതൊരു പ്രയാസവുമില്ലാതെ ഏതൊരാൾക്കും ഏത് യൂണിവേഴ്സിറ്റിയിലും ഏത് പ്രായത്തിലും ചേർന്ന് പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ഇപ്പോഴും അതിനുള്ള മാർഗങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ വിപുലമായ മേഖലകളിൽ നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം സാമ്പത്തിക രംഗത്തും നമ്മൾക്ക് ധാരാളം സൗകര്യങ്ങൾ ഈ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. നമ്മളുടെ മുമ്പിൽ ഇപ്പോ ഏതൊരാളുടെ കയ്യിലും ഗൂഗിൾ പേയോ ഫോൺ പേയോ അതേപോലെയുള്ള പേയ്മെന്റ് സംവിധാനങ്ങളുണ്ട്. അത് നമ്മൾക്ക് വലിയൊരു ആശ്വാസമാണ്. ആശ്വാസം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ അടിക്കടി ബാങ്കുകളിൽ അവധി വന്നാൽ നമ്മളെ കയ്യിൽ പിന്നെ പണം ഉണ്ടാകൂല. ആ ബാങ്ക് തുറക്കുന്ന ദിവസവും കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വല്ലാതെ പ്രയാസപ്പെടും. ഇപ്പോൾ വിദേശത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് കാശ് അയച്ചു കൊടുക്കേണ്ടി വന്നാൽ നമ്മൾക്ക് നിമിഷ നേരം കൊണ്ടത് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് സാമ്പത്തിക മേഖലയിലും ഈ ആധുനിക സംവിധാനങ്ങൾ നമ്മൾക്ക് വലിയ ഗുണം ചെന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അറിവുകൾ നേടിയെടുക്കാൻ വേണ്ടിയും നമ്മൾക്ക് എന്തൊരു വിവരത്തിനെ കുറിച്ചും അറിയാനുള്ള വലിയ സൗകര്യങ്ങൾ ഇന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയും ഡാറ്റകളാണ്, അറിവുകളാണ്. നമ്മൾ പലരും ചിന്തിക്കാത്തൊരു സംഗതി കൂടിയുണ്ട്. നമ്മൾ വളരെ ഗൗരവതരമായി ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇതിന്റെ അപകടങ്ങളെക്കുറിച്ചും ചിന്തിക്കണം.
നമ്മളൊരു 300-350 രൂപ കൊടുത്തുകൊണ്ട് 2 GB 1.5 GB ഒക്കെ ഡാറ്റകൾ നെറ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ ഒരു 300 രൂപക്ക് എന്തുമാത്രം സൗകര്യങ്ങളാണ് നമ്മൾക്ക് കിട്ടുന്നത്, എന്തുമാത്രം അറിവുകൾ നമ്മൾക്ക് നേടാൻ പറ്റും, എത്രമാത്രം കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനും നമ്മൾക്ക് സംവേദനം നടത്താനും പറ്റും. ഇതൊക്കെയും വലിയ കാര്യമാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഇന്റർനെറ്റും അതേപോലെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾക്ക് തരുന്നത് ബഹുരാഷ്ട്ര കമ്പനികളും വമ്പൻ സ്രാബുകളുമാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ വിചാരിക്കും എല്ലാം സൗജന്യമാണ് എന്ന്. യഥാർത്ഥത്തിൽ ഒന്നും സൗജന്യമല്ല. നമ്മളെ വിറ്റുകൊണ്ടാണ് നമ്മൾക്ക് ഈ വിവരങ്ങൾ മുഴുവനും അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് പരിധി നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പുതിയ മൊബൈൽ വാങ്ങണം. ആ മൊബൈൽ ഏതെടുക്കണമെന്ന് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും സെർച്ച് എഞ്ചിനോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു അന്വേഷണം നടത്തിയാൽ പിന്നെ നിങ്ങൾ എന്ത് തുറന്നാലും നിങ്ങളെ മനസ്സിൽ ആഗ്രഹിച്ച മൊബൈലിന്റെ ഫോട്ടോകൾ ഇങ്ങനെ നിരന്തരം നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഫേസ്ബുക്ക് തുറന്നാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൊബൈലുകൾ, നിങ്ങൾ വാട്സപ്പ് തുറന്നാലും മൊബൈൽ, ഇങ്ങനെ നിരന്തരം ഈ സെർച്ച് എഞ്ചിനുകൾ നമ്മളെ മുമ്പിൽ കാണിച്ചു തരും. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഒരു തവണ ഇവിടേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പടി അത് മനസ്സിലാക്കുകയും നിങ്ങളുടെ ടേസ്റ്റ് എന്താണ് എന്ന് അവർ തിരിച്ചറിയുകയും നിങ്ങളുടെ വിവരങ്ങൾ മുഴുവനും ശേഖരിച്ചു വെക്കുകയുമാണ്. നമ്മുടെ മഹല്ലില് ജനങ്ങൾക്ക് ജോലിയെക്കുറിച്ച് വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഒരു ജോബുമായി ബന്ധപ്പെട്ട ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഒരു ദിവസം നമ്മുടെ സെക്രട്ടറി ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് അവിടുന്നും ഇവിടുന്നും ഒക്കെ ഈ ജോലിയുടെ ഓഫറും പറഞ്ഞിട്ട് ഓരോ ആളുകൾ നമ്മൾ വിളിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് നമ്മളുടെ നമ്പർ അവർക്കൊക്കെ കൊടുത്തത് എന്ന് ചോദിച്ചിട്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളുടെ നമ്പർ ആരാക്കും കൊടുക്കൂല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളുടെ ഡാറ്റകൾ മുഴുവനും നിമിഷ നേരം കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റിയ സംവിധാനങ്ങൾ ഇന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു സ്വകാര്യം ഒരാളോട് പറഞ്ഞാൽ നമ്മൾ ആരോടാണോ പറഞ്ഞത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നൊക്കെ വെറുതെ എഴുതിയിട്ടുണ്ടാകും. നമ്മൾ കൊടുക്കുന്ന വിവരം നേരെ അപ്പുറത്തുള്ള ആള് മാത്രമേ അറിയുള്ളൂ. അത് നമ്മളുടെ ഒരു ധാരണ. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് നമുക്ക് സമാധാനം തോന്നും. യഥാർത്ഥത്തിൽ നമ്മുടെ വിവരങ്ങൾ ഇന്റർനെറ്റിന്റെ ലോകത്തേക്ക് നമ്മൾ കൈമാറിയോ പിന്നെ അത് സ്വകാര്യമല്ല, അത് രഹസ്യമല്ല, അത് ലോകത്താർക്കും ഏത് സമയത്തും ഒപ്പിയെടുക്കാൻ പറ്റുന്ന വിവരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് നമ്പർ കൊടുക്കണമെന്നില്ല. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഉണ്ടോ എന്നാൽ നമ്മളുടെ ഡാറ്റകൾ ഒപ്പിയെടുക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള പ്രൊമോഷൻ കോഡുകൾ ലഭിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ വിവരങ്ങളാണ് ഈ കമ്പനികൾ മുഴുവനും ഒപ്പിയെടുത്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ വിചാരിക്കും നമുക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സൗകര്യങ്ങളുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വളരെ ജാഗ്രതയോടെ നിന്നിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള അപകടങ്ങൾ നമ്മളെ തേടിയെത്തുകയും ചെയ്യും. ഏതായാലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സോഷ്യൽ മീഡിയക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്നാൽ ആ ഗുണങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ അപ്പുറം വലിയ ദുരന്തങ്ങളും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് ഈ സോഷ്യൽ മീഡിയ? മനുഷ്യന്മാർ പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയ എന്ന പേരിനെ തന്നെ കൊഞ്ഞനം കുത്തുന്ന അവസ്ഥയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥ. നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. കുടുംബത്തിലുള്ള ആളുകൾ മുഴുവനും ഏതെങ്കിലും മേഖലയിൽ ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പരസ്പരം ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരു വീട്ടിലുള്ള ആൾക്കാർക്കിടയിൽ ബന്ധങ്ങളില്ല. അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ ഉണ്ടാകും, വിദേശത്തുള്ള മനുഷ്യന്മാരോടൊക്കെയും ബന്ധമുണ്ടാകും. പക്ഷേ അയൽപക്കത്ത് വല്ലതും നടന്നാൽ നമ്മൾ അറിയൂല. യഥാർത്ഥത്തിൽ സോഷ്യലാവുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം വേണ്ടത് നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ അയൽപക്കത്തിനോടും നമ്മുടെ നാടിനോടും അല്ലേ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അതേ സമയത്ത് ഇസ്രായേലിന്റെ നരനായാട്ടുകളെ കുറിച്ച് നമ്മൾ വലിയ അവെയറായിരിക്കും. തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് യാതൊരു ബോധം ഉണ്ടാകൂല. ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്മാർ പരസ്പരം ബന്ധപ്പെട്ടു നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുമെങ്കിലും അവർക്കിടയിൽ ബന്ധമില്ല. ഇസ്ലാമിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും 40 വീടുകൾ അയൽവാസികളാണെന്നാണ്. അങ്ങനെ ഓരോ ആളുകളും അയൽപക്ക ബന്ധം കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നാട്ടിലെ ജനങ്ങൾ മുഴുവനും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കും.
പണ്ടുകാലത്ത് കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ വേണ്ടി മണിക്കൂറുകളോളം യാത്ര ചെയ്തുകൊണ്ട് കുടുംബബന്ധം നിലനിർത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ ഇന്ന് അതേ സമയത്ത് ഒരു യാത്രയുടെയും ആവശ്യമില്ല. ഒരു ഫോൺ കോളിൽ നമ്മൾക്ക് നടക്കുന്ന കാര്യങ്ങളായിരുന്നിട്ട് പോലും ബന്ധങ്ങൾ തീരെ ഇല്ലാതെ കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ചിതറിപ്പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയയുടെ യഥാർത്ഥ ലക്ഷ്യം സോഷ്യൽ ആപലാണെങ്കിൽ അത് മാത്രം നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡീമറിറ്റ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. സാമ്പത്തികമായ വലിയ കുറ്റകൃത്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നടമാടുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു ക്രിസ്ത്യൻ പാതിരിയെ യു ആർ അണ്ടർ വിർച്വൽ അറസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഇതാ ഇന്ന കുറ്റകൃത്യം നിങ്ങളുടെ പേരിലുണ്ട്, അതിൽ നിന്ന് തടിയൂരണമെങ്കിൽ 20 ലക്ഷം ഞങ്ങളെ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാതിരിയെ അറസ്റ്റ് ചെയ്തു. പാതിരി പേടിച്ചുപോയി. അയാൾ വലിയ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. ആ കേട്ട മാതിരി തന്നെ എന്റെ പേരിൽ ഇങ്ങനെ എന്തോ വൃത്തികെട്ട ആരോപണങ്ങളും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൽ ജനങ്ങളുടെ ഇടയിൽ മാനം കെടാൻ ആവൂല എന്ന് കരുതിക്കൊണ്ട് ആ മനുഷ്യന് 20 ലക്ഷം അയച്ചു കൊടുത്തു. നമ്മൾക്കൊരു കോമൺ സെൻസ് വേണം. നമ്മളെ ഒരിക്കലും ഇങ്ങനെ ഒരു വിർച്വൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം ഇന്നത്തെ കാലത്ത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോകും. വലിയ എഡ്യൂക്കേറ്റഡ് ആണ്, വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, എല്ലാമാണ് എന്നൊക്കെ നമ്മൾ ധരിക്കും. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു മണ്ടത്തരം വരുന്നവൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ കെണിയിൽ പോയി ചാടാൻ എപ്പോഴും നമ്മൾ മുമ്പിലുണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ മറ്റൊരു കാലത്തുമില്ലാത്ത അത്രയും വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഓഫറുകൾ വരുമ്പോഴേക്ക് അതിൽ പോയി ചാടി വീഴരുത്. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും രൂപ നിങ്ങൾക്ക് ബോണസായും കൊണ്ട് റൂണെ സുൽത്താന്റെ വക തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരും. റൂണെ സുൽത്താനെ നമ്മളറിയോ? നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ പിന്നെ അദ്ദേഹം നമ്മൾക്കൊരു കാശും തരികയുമില്ല എന്ന് ചിന്തിക്കാനല്ലേ നമ്മൾ ശരിക്കും ബുദ്ധി ഉപയോഗിക്കുക. എന്നാലും ബിരിയാണി കിട്ടിയാലോ എന്ന് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും. അങ്ങനെ നമ്മൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യും. അവസാനം കോടാനുകോടി രൂപ നിങ്ങൾക്ക് ബോണസായി കിട്ടാൻ പോകുന്നുണ്ട്, അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപകൾ അയച്ചു തരണം എന്ന് പറയും. ആ 10 ലക്ഷം പോവും, നിങ്ങൾക്കൊരു ഉറുപ്പ്യം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് വ്യാപകമായിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഒരാളും 1 രൂപയും വെറുതെ തരൂല. ഒരാൾക്കും വെറുതെ ലാഭം ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടും ഉണ്ടാകുകയില്ല. ഇന്ന് പത്രത്തിൽ ഞാൻ വായിച്ച ഒരു സംഗതി, ഉത്തരേന്ത്യയിൽ ഒരു സ്ഥലത്ത് SBIയുടെ ഒരു വ്യാജമായ ബ്രാഞ്ച് തുടങ്ങി. SBIയുടെ ലോഗോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു ബിൽഡിംഗിൽ കുറെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കുറെ കമ്പ്യൂട്ടറും വെച്ച് കൗണ്ടറുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് SBI എന്ന് പറഞ്ഞ ഒരു ബാങ്കിനെ തുടങ്ങി. കള്ളന്മാരാണ് SBIന്റെ ബാങ്ക് തുടങ്ങുന്നത്. അങ്ങനെ ആ ബാങ്കിലെ ജോലിക്ക് വേണ്ടിയിട്ട് പലരും അപേക്ഷിച്ചു വന്നു. അപ്പൊ പറഞ്ഞു 2 ലക്ഷമോ 3 ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ജോലി തരാം. അങ്ങനെ 6 മനുഷ്യന്മാർ പൊട്ടന്മാർ അവരും വിചാരിച്ചു ഇത് യഥാർത്ഥത്തിലുള്ള ജോലിയാണ് എന്ന്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പറ്റിക്കണത് ഈ ആൾക്കാരാണ്. ഇവരോ പെട്ടുപോയി. എന്നിട്ട് അവർ മറ്റുള്ള ആളുകളെ കൂടി വഞ്ചിക്കുകയാണ്. അവസാനം സമീപത്തെ ബ്രാഞ്ചിലെ ആൾക്ക് സംശയം തോന്നിയിട്ട്, ഇവിടെ ഇങ്ങനെ ഒരു ബ്രാഞ്ച് വന്നിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ, അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു പുതിയ ബ്രാഞ്ച് വരുമ്പോൾ നമ്മളോട് വിവരം തരേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇതൊരു കടലാസ് സംഘടനയാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തൊരു ബാങ്കാണ്. ഈ വിധത്തിലുള്ള പലതരത്തിലുള്ള വ്യാജമായ വാർത്തകൾ നമ്മുടെ മുമ്പിൽ വരും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഏതോ ഒരു കുട്ടി ഒരു സേഫ്റ്റി പിന്ന് വിഴുങ്ങിയെന്നും ആ കുട്ടിയുടെ തൊണ്ടയിൽ ആ പിന്ന് കുടുങ്ങിക്കിടക്കുകയാണെന്നും ആ പിന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ വലിയ കോടാനുകോടി രൂപയുടെ ചെലവുണ്ട് എന്നും, അതുകൊണ്ട് വാട്സപ്പ് കമ്പനിയുടെ ഒരു ഓഫർ ഉണ്ട്, ഈ കാണുന്ന മെസ്സേജ് നിങ്ങൾ 10 ആൾക്ക് അയച്ചു കൊടുത്താൽ വാട്സപ്പ് കമ്പനി ഓരോ മെസ്സേജിനും 10 പൈസ വെച്ച് കൊടുക്കും. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം, അപ്പോഴാണ് ഇത് കോടികളാവുള്ളൂ എന്ന് കരുതിയിട്ട് ഒരു മെസ്സേജ് വരും. നമുക്ക് ചാരിറ്റി ചെയ്യാൻ വലിയ ആഗ്രഹമാണ്. ഒന്നും നടന്നില്ലെങ്കിലും നമ്മളിത് ഷെയർ ചെയ്തിട്ട് ആ കുട്ടിന്റെ ആ പിന്ന് എടുക്കാൻ, സുബ്ഹാനല്ലാഹ്, നമ്മൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ ഷെയർ ചെയ്യും. ഈ ഫേക്കായ ന്യൂസുകൾ നമ്മൾ എല്ലായിടത്തേക്കും എത്തിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സ്വഭാവം നമ്മൾക്കുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ച ഒരു കാര്യമില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബ, ഒരു തെമ്മാടിയായ ഒരാള്, വ്യാജനായ ഒരാള് ഒരു വാർത്ത നിങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങളുടെ ബാധ്യതയാണ് അതിന്റെ നിജസ്ഥിതിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. വാർത്തകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം. ഫതബയ്യനു, ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം.
അല്ല എങ്കിൽ അൻ തുസീബു ഖൗമൻ ബിജഹാല, കേട്ട വാർത്ത കേട്ട് ഉടനെ നിങ്ങൾ എടുത്തു ചാടി, ആ ചാടിയതിന്റെ പേരിൽ നിങ്ങൾക്ക് വലിയ അപകടം സംഭവിക്കും. അതുകൊണ്ട് അവസാനം പിന്നീട് ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അബദ്ധത്തിൽ പെട്ടുപോയല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് എന്തൊരു വാർത്തകൾ നിങ്ങൾക്ക് കിട്ടിയാലും നിജസ്ഥിതി അറിയണം, സത്യം അന്വേഷിക്കണം. യാഥാർത്ഥ്യം അറിയുന്നതിന് മുമ്പ് എടുത്തു ചാടരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റൊരു മനുഷ്യന് കാണാൻ പാടില്ലാത്ത ഒരു ഫോട്ടോയും നമ്മൾ ഒരാളുടെയും മൊബൈലിൽ വെക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഫോട്ടോ നിങ്ങൾ വേറെ ആൾക്ക് അയച്ചു കൊടുക്കാനും പാടില്ല. നിങ്ങളോട് ഒരാൾ പറഞ്ഞു നിങ്ങളൊരു ഫോട്ടോ അയച്ചു തരണം, ആ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇതിൽ എന്തെങ്കിലും ദോഷം വരാൻ സാധ്യതയുണ്ടോ എന്ന്. ബ്ലാക്ക് മെയിലിന്റെ ഒരു കാലഘട്ടമാണിത്. ഇപ്പോൾ ആളുകൾ തോക്കും ചൂണ്ടിയിട്ട് നേരിട്ട് വന്ന് ഭീഷണിപ്പെടുത്തുകയില്ല. നിങ്ങളുടെ ഫോട്ടോകളും നിങ്ങളുടെ ചിത്രങ്ങളും മോർഫ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. അത്തരം ഭീഷണികളിൽ വഴങ്ങിക്കൊണ്ട് എത്രയെത്ര മനുഷ്യന്മാരുടെ പണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവേണ്ട വലിയൊരു ജാഗ്രതയാണ്. നമ്മളുടെ മൊബൈൽ നമ്പറുകൾ, നമ്മുടെ ഇമെയിൽ ഐഡികൾ ഇതൊന്നും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളതല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറയും. അപ്പൊ ആ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐഡിയും നമ്മുടെ ഫോൺ നമ്പറൊക്കെ നമ്മൾ കൊടുക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. ഈ വരുന്ന വെബ്സൈറ്റിനെ കുറിച്ച് നമ്മൾക്ക് വല്ല വിവരമുണ്ടോ? നമ്മളെ ഫോൺ നമ്പർ കിട്ടിയാൽ, ഇമെയിൽ ഐഡി കിട്ടിയാൽ നമ്മുടെ ഡാറ്റകൾ മുഴുവനും ചോർത്താനുള്ള സംവിധാനങ്ങൾ ഈ വെബ്സൈറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു OTP വരും, ആ OTP നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണമെന്ന് പറയും. നമ്മളുടെ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള OTP ആണത്. നമ്മൾ തന്നെയാണ് അത് കൊടുക്കുന്നത്. നമ്മൾ വലിയെന്തോ സാമൂഹ്യ സേവനം ചെയ്തു എന്നുള്ള രൂപത്തിൽ നമ്മളെ തന്നെ നശിപ്പിക്കാനുള്ള, കുളം തോണ്ടാനുള്ള രൂപങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു ലിങ്ക് കാണുമ്പോഴേക്കും അതിൽ മുഴുവനും പോയി ക്ലിക്ക് ചെയ്യാൻ നിൽക്കരുത്. അതിലൊക്കെയും വലിയ അപകടമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലത്ത് നമ്മൾക്ക് വലിയ ജാഗ്രതയുണ്ടാവേണ്ടതുണ്ട്. ഈ അടുത്ത് നിങ്ങളൊക്കെയും കണ്ടിട്ടുണ്ടാകും, ഒരു ചെറുപ്പക്കാരൻ സോഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ച് ജാഗ്രത കൊടുക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരാം, നിങ്ങൾ എല്ലാവരും ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. കുറെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. ആ കുട്ടികളൊക്കെയും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അവരോട് പറഞ്ഞു, ഇനി സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. ആ സ്ക്രീനിലതാ ഇതിൽ ക്ലിക്ക് ചെയ്ത ഓരോ കുട്ടിയുടെയും ഇൻസ്റ്റഗ്രാം ഐഡിയും അവരുടെ പാസ്വേഡും അതിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ ചിത്രങ്ങളും അവരുടെ മുഴുവൻ സ്വകാര്യതകളും ഒരൊറ്റ ക്ലിക്കിൽ ആ മനുഷ്യൻ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഈ മൊബൈലുകളിൽ ചെറിയ ചെറിയ കുത്തുകളെ കൊണ്ട് വലിയ സെക്യൂരിറ്റി ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റും. ഒരു വിദഗ്ധന്റെ കയ്യിൽ കിട്ടിയാൽ വെറും ഒരു മിനിറ്റിന്റെ ഉള്ളിൽ നിങ്ങളുടെ മുഴുവൻ പാസ്വേഡുകളും ഹാക്ക് ചെയ്യാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത്തരം ബ്ലാക്ക് മെയിലുകളിൽ പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രതയാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. പണം കിട്ടുമെന്ന് കരുതുമ്പോഴേക്കും, അത്തരം വാർത്തകൾ കേൾക്കുമ്പോഴേക്കും എല്ലാത്തിലും പോയി എടുത്തു ചാടി അബദ്ധത്തിലാകുന്ന അവസ്ഥയും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൈബർ ലോകത്ത് എന്തെല്ലാം വൃത്തികേടുകൾ നടക്കുന്നുണ്ട്. ഭൗതിക ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൈബർ ലോകത്തുണ്ട്. നമ്മൾ നാട്ടിൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ചായക്കടയിൽ പോയിട്ട് എന്തൊക്കെ വർത്താനം പറയുന്നുണ്ട്, എന്തെല്ലാം നെറികേടുകൾ നമ്മൾ പറയുന്നുണ്ട്, അത് മുഴുവനും ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഫേസ്ബുക്ക് അതിന്റെ ഒരു കേന്ദ്രമാണ്. മനുഷ്യന്മാരുടെ പച്ചമാംസം തിന്നാൻ നമ്മൾ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചായക്കടയിൽ എന്ത് പണിയാണോ ചെയ്യുന്നത്, അതേ പണി നമ്മൾ ഇപ്പോൾ FBയിൽ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്നത്, എല്ലാ നെറികേടുകളുടെയും കേന്ദ്രമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്ന കാലത്ത് ഒരു സോഷ്യൽ മീഡിയ അവയർനെസ് നമുക്കുണ്ടാവണം. എന്ത് കാണുമ്പോഴും അതങ്ങ് വിശ്വസിക്കുകയും അതങ്ങ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് പറ്റിയ പണിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കേട്ടില്ലേ നിങ്ങൾ? കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവനും പറയുന്നവൻ കള്ളനാണ്. നിങ്ങൾ ചിന്തിച്ചോ ഇതിന്റെ ഗൗരവം? കേട്ടത് മുഴുവനും പറയുന്നവൻ കള്ളനാണ്. നമ്മളായിട്ടൊന്നും ഉണ്ടാക്കി പറയുന്നില്ല. നമ്മളോട് ഒരാൾ വന്നിട്ടൊരു വാർത്ത പറഞ്ഞു, നമുക്ക് തോന്നി അതർക്കിടില്ലല്ലോ. നമ്മൾ അടുത്ത ആളോട് പറഞ്ഞു, അതങ്ങനെ അതാ സ്പ്രെഡായി ലോകമാകെ എത്തി. യഥാർത്ഥം ഇതിന് നേരെ വിരുദ്ധമായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ന്യായം ഉണ്ടാകും. ഞാനായിട്ടൊന്നും എഴുതി ഉണ്ടാക്കിയിട്ടില്ല, ഞാനായിട്ടൊന്നും പടച്ചു വിട്ടിട്ടില്ല. എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതിന് ഞാൻ പടച്ചവന്റെ മുമ്പിൽ കുറ്റക്കാരനാകുമോ? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടത് മുഴുവനും വിളിച്ചു പറയുന്നത്
കള്ളനാണ്. അങ്ങനത്തെ പണി നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾക്ക് വലിയ ബോധം വേണം. പലപ്പോഴും നമ്മൾ പലരും, അത് പ്രായത്തിന്റെ വ്യത്യാസവുമില്ല, ഈ സോഷ്യൽ മീഡിയയിൽ നിലകൊള്ളുന്ന അശ്ലീലതകളിൽ സമയം കളയുന്ന ആൾക്കാരാണ്. സോഷ്യൽ മീഡിയയിലെ ലൈംഗികതയിൽ അഡിക്റ്റായി പോയ ആളുകളായി പലരും മാറിയിട്ടുണ്ട്. വൃത്തികേടുകൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിയമപ്രകാരം അതൊക്കെ തെറ്റാണ്. ഇത്തരം മെസ്സേജുകൾ, ഇത്തരം വീഡിയോകൾ, അശ്ലീല വീഡിയോകൾ കാണുന്നത് നിയമപരമായി കുറ്റമാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടിരുന്നു, ഇത്തരം കുട്ടികളുടെ അതേപോലെയുള്ള ആളുകളുടെ സോഷ്യൽ മീഡിയയിൽ അശ്ലീലങ്ങൾ കാണുന്നതും പോക്സോ നിയമപ്രകാരം കുറ്റകരമാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. പക്ഷേ എല്ലാവർക്കും അവരവരുടെ സ്വകാര്യതകളിൽ ഇത്തരം നെറുകേടുകൾ ആസ്വദിക്കുന്നതിൽ ഒരു തെറ്റും അവർ കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേർക്കുനേരെ ഒരു ഹറാം നമ്മൾ കാണാൻ നിൽക്കുമോ, എന്നാൽ അതേപോലെ തിന്മയാണ് ഇത്തരം അശ്ലീലങ്ങളിൽ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളത്. കണ്ണുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഹറാമാണ്, കണ്ണുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വ്യഭിചാരമാണ് ഈ നെറുകേട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ അനുഗ്രഹം നന്ദികേടിന് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരിക്കലും ഇത്തരം അശ്ലീലമായ കാര്യങ്ങളുടെ പ്രചാരകരാവരുത്. വലിയ അപകടമാണത്. കാരണം നമ്മൾ ഇത്തരം അശ്ലീലമായ വീഡിയോകൾ നിരന്തരം കിട്ടുന്ന സൈറ്റുകളിൽ അംഗത്വം എടുക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി സബ്സ്ക്രിപ്ഷൻ നടത്തുകയോ ഒക്കെ ചെയ്യുകയും ഇത്തരം കിട്ടുന്ന തെറ്റായ അല്ലെങ്കിൽ മോശമായ അശ്ലീലമായ മെസ്സേജുകൾ മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മളുടെ കയ്യിൽ നിന്നത് പോയി, പിന്നീട് അത് അടുത്ത ആളിലേക്ക് പോവുകയാണ്. പിന്നെ അത് ലോകത്താകെ പ്രചരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു വ്യക്തിയോട് നമ്മൾ പോയിട്ടൊരു വൃത്തികേട് പറഞ്ഞാൽ അയാളോട് പോയിട്ട് നമ്മൾക്കത് പൊരുത്തപ്പെടിക്കാൻ കഴിയും. പക്ഷെ ഇതാരോട് പൊരുത്തപ്പെടിക്കാൻ പറ്റും? ഒരു തെറ്റായ അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട ഒരു മെസ്സേജോ ഒരു ചിത്രമോ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് അത് സ്പ്രെഡായി ലോകത്താകെ എത്തുകയല്ലേ. പിന്നീട് അത് എത്രയെത്ര മനുഷ്യന്മാർ കാണുന്നു, എത്രയെത്ര ആളുകൾ ആ തിന്മ കണ്ടാസ്വദിക്കുന്നു. നമ്മൾ ഒരാൾ മൂലം ഈ തിന്മ ഇങ്ങനെ ഫ്യൂഷൻ പോലെ ആവർത്തിച്ച് മുന്നോട്ട് പോകുന്ന വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ നോക്കൂ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഒരു തിന്മ ഒരു മനുഷ്യൻ ചെയ്താൽ ആ തിന്മ കണ്ടിട്ട് വേറൊരാൾ ഫോളോ ചെയ്താൽ ആരെല്ലാം അത് പിന്നീട് പിൻപറ്റുന്നോ അവരുടെയൊക്കെ തിന്മയുടെ ഒരു അംശം ആദ്യം ഇത് തുടങ്ങി വെച്ചവന് കിട്ടുമെന്നാണ്. ലോകത്ത് എവിടെ ഒരു കൊലപാതകം നടന്നാലും ആ കൊലപാതകത്തിന്റെ ഒരു വിഹിതം ആദം നബിയുടെ പുത്രനായ കാബീലിന് കിട്ടും. എന്താ കാരണം? ലോകത്ത് ആദ്യമായി കൊണ്ട് കൊലപാതകം നടത്തിയത് കാബീലാണ്. അതുകൊണ്ട് തന്നെ ഈ കാബീലാണ് കൊലപാതകത്തിന്റെ ഉസ്താദ്. ആ കൊലപാതകം പിന്നീട് അവിടെ ലോകത്ത് നടക്കുന്നോ ആ നടക്കുന്ന തിന്മയുടെ ഒരംശം കാബീലിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു തിന്മ കൊണ്ടുപോയി നിക്ഷേപിച്ചു, അത് പിന്നെ അങ്ങ് പരന്നു. ഈ തിന്മ സ്പ്രെഡായി നമ്മൾ മരിച്ച ഖബറിൽ കിടക്കുമ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയക്ക് കൊടുത്ത തിന്മയുണ്ടല്ലോ, അത് നമ്മളോടൊപ്പം മരിച്ചിട്ടില്ല, അത് പിന്നെയും പരന്നുകൊണ്ടിരിക്കുകയാണ്. ലിയഹ്മിലു ഔസാറഹും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം. നമ്മളോ പാപം ചെയ്തു, മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തു. വലിയ അപരാധം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഒരിക്കലും ഒരു അശ്ലീലവും സോഷ്യൽ മീഡിയയിൽ നമ്മളായിട്ട് കൊണ്ടുപോയി ഇടരുത്. അത്തരം ഒരു ശ്രദ്ധയും ബോധവും നമ്മൾക്കുണ്ടാവണം. അതോടൊപ്പം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത് വലിയ സൗഹാർദ്ദത്തോടു കൂടിയാണ്. നമ്മുടെ കേരളത്തിൽ വലിയ സൗഹാർദ്ദത്തിലാണ് നമ്മൾ കഴിയുന്നത്. ആ സൗഹാർദ്ദം എന്നാൽ ഇപ്പോൾ ഏറെക്കുറെ നഷ്ടമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. സോഷ്യൽ മീഡിയ തുറന്നാൽ മതവിഭാഗങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പാർട്ടികളുടെ പേരിൽ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വലിയ സംഘർഷം നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, അർജുന്റെയും മനാഫിന്റെയും പേരിൽ നമ്മളുടെ സോഷ്യൽ മീഡിയകളിൽ വലിയ കലാപം നടക്കുകയാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് അതിനെ ചിത്രീകരിക്കുകയാണ്. ഈ വിധത്തിൽ ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാനവികമായ ഒരു സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയെ പിന്നീട് മതപരമായ ചിത്രങ്ങളുടെ പേരിൽ, അദ്ദേഹത്തിന്റെ പേരിന്റെ പേരിൽ പോലും പിന്നീട് മറ്റുള്ള രൂപത്തിലേക്ക് അവതരിപ്പിക്കുകയും വലിയ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ വിധത്തിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയയുടെ റീച്ചബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയതിന്റെയൊക്കെ എത്രയോ അപ്പുറത്താണ്.
നമ്മുടെ നാട്ടില് ഒരു അടിപിടി നടന്നു. ആ അടിപിടി നടന്നാൽ ആ അടിപിടി അവിടെ തീരണം. നമ്മുടെ നാട്ടിൽ അടിപിടി കൂടിയ ആൾക്കാർ ഒരാൾ മുസ്ലിമും ഒരാൾ മറ്റൊരു മതക്കാരനുമാണെന്ന് നോക്കുക. ആ അടിപിടി നാട്ടിലെ മുതിർന്ന ആൾക്കാർ വന്നിട്ട് അടികൂടുന്ന ആൾക്കാർ രണ്ടു കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പോവെന്നും പറഞ്ഞാൽ അവർ പൊയ്ക്കോളും. ആ പ്രശ്നം അവിടെ തീരും. നാളെ അതിന്റെ പേരിൽ ഒരു കുഴപ്പം അവിടെ ഉണ്ടാകൂല. അതേ സമയത്ത് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ കഥ? നാട്ടിൽ രണ്ടാൾ അടികൂടി. ആ അടികൂടിയത് നമ്മൾ മാറി നിന്നിട്ട് വീഡിയോ എടുത്തു. ആ വീഡിയോ നമ്മൾ FB-യിലോ മറ്റോ ഇട്ടു. പിന്നീടതാ വേറൊരു യുദ്ധം തുടങ്ങുകയാണ്. പിന്നെ FB-യിൽ യുദ്ധം തുടങ്ങുകയാണ്. നമ്മളുടെ നാട്ടിൽ കാലാകാലങ്ങളിൽ മനുഷ്യന്മാർക്കിടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കമുണ്ടാകും. ആ തർക്കത്തിൽ ഏർപ്പെടുന്ന ആളുകൾ രണ്ടും മതമായതിന്റെ പേരിൽ ആ മതങ്ങളുടെ പേരിൽ പിന്നീട് സംഘർഷമുണ്ടാവുകയാണ്. മതങ്ങൾ അതിൽ പ്രതിയല്ല. ആ മതത്തെ മനസ്സിലാക്കാത്ത വർഗീയവാദികളാണ് അതിന്റെ ഉത്തരവാദികൾ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ മതവിഭാഗങ്ങൾക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, പാർട്ടികൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ പോലും കലാപമുണ്ടാവാൻ. എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോയി. അദ്ദേഹം അവിടെ MBBS-ന് അഡ്മിഷൻ എടുത്തു. 6 മാസമേ ആയിട്ടുള്ളൂ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉസ്ബെക്കിസ്ഥാനിൽ മെഡിസിൻ പഠിക്കുന്നുണ്ട്. അങ്ങനെ അത് അവർ ഒന്നിച്ച് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. ഈജിപ്തിലെ കുട്ടികളും ഉസ്ബെക്കിസ്ഥാനിലെ കുട്ടികളും ഒന്നിച്ച് താമസിക്കുന്ന ഹോസ്റ്റലിൽ ചെറിയൊരു കാര്യത്തിനൊരു സംഘർഷം. ആ സംഘർഷം അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷേ ആ സംഘർഷം അവിടുത്തെ കുട്ടികൾ റെക്കോർഡ് ചെയ്തു, സോഷ്യൽ മീഡിയക്ക് കൊടുത്തു. അതോടുകൂടി ഇതാ അന്യ നാട്ടിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ തല്ലാൻ മാത്രം നിങ്ങളായോ എന്ന് ചോദിച്ചുകൊണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സംഘർഷമായി അത് മാറി. യൂണിവേഴ്സിറ്റി പൂട്ടിച്ചു. അവിടെ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും നാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്താ ഉണ്ടായത്? സാധാരണഗതിയിൽ ഒരു ക്യാമ്പസിൽ നടക്കുന്ന ഒരു അടിപിടിയാണ്. ആ അടിപിടി റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടതിന്റെ റീച്ചബിലിറ്റി രാജ്യങ്ങൾക്കിടയിൽ തമ്മിൽ പോലുമുള്ള വലിയ ദുരന്തമായിട്ട് പര്യവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ സോഷ്യൽ മീഡിയയിൽ വലിയ ഗുണങ്ങളുണ്ട്, എന്നാൽ ദോഷമുണ്ട്. ആ ദോഷത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ അവഗണിക്കാനുള്ള ഒരു ശ്രദ്ധയും ബോധവും നമ്മൾക്കുണ്ടാവണം. നമ്മൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പോലും മൊബൈൽ സമ്മാനമായി കൊടുത്തുകൊണ്ടാണ് വലിയ അഭിമാനം പറയുന്നത്. നമ്മളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് നമ്മൾ പറയും, ഈ ചെറിയ 6 മാസമായ അല്ലെങ്കിൽ 1 വയസ്സായ കുട്ടിയെ പറ്റി പറയും, മൊബൈൽ അങ്ങോട്ട് കൊടുത്താൽ മതി, എല്ലാവനും അറിയാം. നമുക്കത് വലിയ അഭിമാനമാണ്. ഈ മൊബൈൽ കയ്യിൽ പിടിച്ചിട്ട് അവൻ എവിടെയെല്ലാം ടാപ്പ് ചെയ്യണമെന്ന് അവൻ അറിയാമെന്നുള്ളത് വലിയ അഭിമാനമായിട്ട് നമ്മൾ ഉപ്പാപ്പമാർ വലിയ സംഗതിയായിട്ട് പറയും. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഒബാമ പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടികൾക്ക് ഞാൻ മൊബൈൽ കൊടുത്തിട്ടില്ല എന്ന്. അവരൊക്കെ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ. അവരെ മക്കൾ പഠിക്കുന്ന കാലത്ത് ഞാൻ അവർക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല എന്ന്. ആപ്പിളിന്റെ CEO സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ഒരു മൊബൈൽ മക്കൾക്ക് കൊടുക്കാൻ പ്രയാസമൊന്നുമില്ല, ഞാൻ എന്റെ കുട്ടികൾക്ക് മൊബൈൽ കൊടുത്തിട്ടില്ല എന്ന്. ആപ്പിളിന്റെ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ് കടം വാങ്ങിയിട്ട് ഫോൺ എടുക്കുക. അയാളത് ഉണ്ടാക്കുന്ന ആളാ, അയാൾക്കൊരു ഫോൺ മക്കൾക്ക് കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്റെ മക്കൾക്ക് ഞാൻ മൊബൈൽ പഠിക്കുന്ന കാലത്ത് കൊടുത്തിട്ടില്ല എന്ന്. നമ്മൾ ഈ മക്കൾക്കൊക്കെ ഈ മൊബൈൽ കൊടുക്കുകയും അവർ എന്തെങ്കിലുമൊക്കെ വിജയം നേടുമ്പോൾ സമ്മാനമായി ഗിഫ്റ്റായിക്കൊണ്ട് ഇത് കൊടുക്കുകയും ചെയ്യുന്നു. അവരെ ഒന്ന് നിയന്ത്രിക്കാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ ആയിപ്പോവുകയും ചെയ്യുന്നു. അവസാനം വലിയ ദുരന്തങ്ങളിൽ പോയി ചാടിയതിന് ശേഷം പിന്നീട് നമ്മൾക്ക് കണ്ണീരൊലിപ്പിച്ചത് കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ കാലത്ത് വലിയ ജാഗ്രത നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു ബോധമാണ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. സത്യത്തെ മനസ്സിലാക്കാനും അസത്യത്തിനെ അവഗണിക്കാനുമുള്ള ഒരു ചിന്തയും ബോധവും അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ. പലപ്പോഴും ജിജ്ഞാസ കൊണ്ടാണ് പലതരത്തിലുള്ള അബദ്ധങ്ങളിൽ പോയി നമ്മൾ ചാടുന്നത്, പലതരത്തിലുള്ള വൃത്തികേടുകളിൽ നമ്മൾ പോയി ചാടുന്നത്. ആദ്യം ഒരു ക്യൂരിയോസിറ്റി നമ്മൾക്കുണ്ടാകും, എന്താണ് അവർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു യുക്തിവാദിയുടെ പ്രഭാഷണം നമ്മൾ കേൾക്കുന്നത്. പിന്നീട് നമ്മൾ നല്ല പക്കാ ദൈവനിഷേധിയായിട്ട് മാറും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്, ഏതോ ഒരു നാട്ടിൽ ദജ്ജാൽ ഇറങ്ങി എന്ന് കേട്ടാൽ നിങ്ങൾ ഓടിപ്പോയിട്ട് ആ ദജ്ജാലിനൊന്ന് കാണട്ടെ എന്ന് കരുതി ഓടണ്ട. ഒരു നാട്ടിൽ ദജ്ജാൽ ഇറങ്ങി എന്നുള്ള വിവരം കിട്ടിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദജ്ജാലിനൊന്ന് കാണണമെന്ന് കരുതി നിങ്ങൾ അങ്ങോട്ട് പോവരുത്, മറിച്ച് നിങ്ങൾ ദൂരെ മാറിപ്പോവണം. കാരണം നിങ്ങൾക്ക് എത്ര ഈമാനുണ്ട് എങ്കിൽ പോലും ആ ദജ്ജാലിന്റെ കെണിയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ ജാഗ്രത ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി നമ്മളെല്ലാവരും വലിയ ശ്രദ്ധയോടെ ജീവിക്കേണ്ട കാലമാണ് എന്ന് ചിന്തിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ, എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.